നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1022nd day. Today 30th sloka of Pradhama Skandam 13th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1022 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 30ാമത്തെ ശ്ലോകം. അജാതശത്രുകൃതമൈത്രോ ഹുതാഗ്നിർ വിപ്രാന്നത്വാ തിലകോ ഭൂമിരുക്മൈ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ ന ചാപശ്യത് പിതരോ സൗബലിം ച. ഓം തത്സത്. അജാതശത്രുകൃതമൈത്രോ ഹുതാഗ്നിർ വിപ്രാന്നത്വോ തിലകോ ഭൂമിരുക്മൈ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ ന ചാപശ്യത് പിതരോ സൗബലിം ച. ഓം തത്സത്. പദം പിരിക്കേണ്ടത് അജാതശത്രു കൃതമൈത്രിയോ ഹുതാഗ്നിർ ഹുതാഗ്നി വിപ്രാൻ നത്വ തിലകോ ഭൂമി രുക്മൈ. അതൊന്നിച്ചാണ് വരുന്നത്. തിലകോ ഭൂമി രുക്മൈ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ ന ച പശ്യത് പിതരോ സൗബലിം ച. ഓം തത്സത്. അതായത് അജാതശത്രു, ആരാലും ശത്രുക്കളില്ലാത്തവൻ, അതായത് ധർമ്മപുത്രർക്ക് ശത്രുക്കളേ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ശത്രുക്കളില്ലാത്തവൻ, തനിക്ക് ശത്രുവായി ആരെയും കരുതാത്തവൻ എന്നും കരുതാം. കൃതമൈത്ര, മിത്രനെ വന്ദിച്ച്, ഹുതാഗ്നി, അഗ്നിഹോത്രം കഴിച്ച്, തിലകോ ഭൂമി രുക്മേ, എള്ള് പശു ഭൂമി സ്വർണം. തിലകം എള്ള്, ഗോ പശു, ഭൂമി രുക്മേ സ്വർണം. ഇവ കൊണ്ട് വിപ്രാൻ ബ്രാഹ്മണരെ, നത്വ നമസ്കരിച്ചിട്ട്, ഗുരുവന്ദനത്തിനായിക്കൊണ്ട് ഗൃഹത്തെ പ്രവേശിച്ചു. പിതരോ പിതാക്കന്മാരെയും, സൗബലിയും ച ഗാന്ധാരിയെയും, സൗബലിയുടെ പുത്രിയായ സൗബലിയും ച ന അപശ്യത് കണ്ടില്ല എന്നാണ് പറയുന്നത്. ന പശ്യത് എന്നുള്ളത് ന അപശ്യത്, ന ച അപശ്യത് അങ്ങനെയാണ് അവിടെ വരും. ന ച പശ്യത് എന്നുള്ളത് ന ച അപശ്യത് കണ്ടില്ല. അതായത് സൂതൻ പറയുകയാണ്, ധർമ്മപുത്രർ സാധാരണ മാതിരി പ്രാതകാലത്തിൽ സ്നാനം, സൂര്യ നമസ്കാരം, അഗ്നിഹോത്രം എന്നീ നിത്യകർമ്മങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം എള്ള്, പശു, ഭൂമി, സ്വർണം എന്ന നിത്യദാനങ്ങൾ കൊണ്ട് ബ്രാഹ്മണരെ സന്തോഷിപ്പിച്ചു, നമസ്കരിച്ചു. അതിനുശേഷം തൻ്റെ പിതാക്കന്മാരായിട്ടുള്ള ധൃതരാഷ്ട്രയെയും വിതുരയെയും മാതാവായിട്ടുള്ള സൗബലി പുത്രിയായിട്ടുള്ള ഗാന്ധാരിയെയും വന്ദിപ്പാനായി ഗൃഹത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ അവരെ കണ്ടില്ല എന്ന് പറയുകയാണ്. അവർ വിതുരരുടെ ഉപദേശപ്രകാരം അവരെല്ലാവരും വടക്കോട്ട് ഹിമാലയത്തിലേക്ക് പോയി. ധർമ്മപുത്രരോട് പറഞ്ഞാൽ ധർമ്മപുത്രർ സമ്മതിക്കില്ല. അതുകൊണ്ട് ആരോടും പറയാതെ ഉടനെ പുറപ്പെട്ടു പോകണം എന്ന് വിതുരർ നിർദ്ദേശിച്ച പ്രകാരം അവരെല്ലാം ഗൃഹത്തിൽ നിന്നും പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്ത ധർമ്മപുത്രർ എല്ലാ ദിവസവും പോലെ കാലത്ത് വന്ദനങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രാഹ്മണന്മാരെയൊക്കെ പൂജിച്ചതിന് ശേഷം ഗൃഹത്തിൽ പിതാക്കന്മാരെയും മാതാവിനെയും വന്ദിക്കുവാൻ വേണ്ടി വന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല
എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ആ ധർമ്മപുത്രർക്ക് ഉണ്ടാകുന്ന, അവരെ കണ്ട് ദുഃഖിച്ച് ധർമ്മപുത്രർ അവിടെയിരിക്കുന്ന സഞ്ജയനോട് ചോദിക്കുന്നതും വിഷമിക്കുന്നതുമൊക്കെയാണ് അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നത്. ഈ ശ്ലോകത്തിൽ അവരെ അവിടെ കണ്ടില്ല എന്ന് പറയുകയാണ്. അതോടൊപ്പം ധർമ്മപുത്രരുടെ നിത്യകർമ്മങ്ങളും പറയുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യഭഗവാനെ വന്ദിച്ച് അഗ്നിഹോത്രാദികൾ ചെയ്ത് ബ്രാഹ്മണന്മാർക്ക് ദാനങ്ങളൊക്കെ ചെയ്ത് അച്ഛന്മാരെ വന്ദിച്ചിട്ടാണ് തൻ്റെ ദിവസം ആരംഭിക്കുക എന്നുകൂടി ഈ ശ്ലോകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ശ്ലോകം ഒരിക്കൽ കൂടി. അജാതശത്രു കൃതമൈത്ര്യോ ഹുതാഗ്നിർ വിപ്രാന്നത്തോ തിലകോ ഭൂമിരുക്മേ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ ന ചാപശ്യത് പിതരോ സൗബലിം ച. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.